ബോയ്ക്കോട്ട് സ്റ്റുഡിയോ. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലായി ഇന്ന് സ്റ്റുഡിയോ സ്റ്റോറുകൾക്ക് മുന്നിൽ വിവിധ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, ഇങ്ങ് കേരളത്തിൽ വരെ നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റുഡിയോ ഒരു ഫാഷൻ റീറ്റെയിൽ ബ്രാൻഡാണ്. ട്രെൻഡ് ലിമിറ്റഡ് ഉടമസ്ഥയിലുള്ളതാണ്. അത് ടാറ്റ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റുഡിയോ. ഇന്നത്തെ എല്ലാ ന്യൂജൻ പിള്ളേരാണെങ്കിലും എല്ലാവർക്കും എടുക്കാൻ നല്ല സ്റ്റൈലുള്ള എന്നാൽ വിലക്കുറവുള്ള ഒരു റീറ്റെയിൽ ഷോപ്പായിട്ടാണ്, ബ്രാൻഡ് റീറ്റെയിൽ ഷോപ്പാണ് സ്റ്റുഡിയോ. ഇന്ത്യയിലുടനീളം 750-ലധികം റീറ്റെയിൽ ഷോപ്പുകളാണ് ഇന്ന് സ്റ്റുഡിയോയ്ക്കുള്ളത്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീനും അതേപോലെ തന്നെ ഇന്ത്യൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചേർന്നാണ് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അവർ ഇന്ത്യയിലുടനീളം സ്റ്റുഡിയോ സ്റ്റോറുകൾക്ക് മുന്നിൽ പ്ലക്കാർഡുകളും വലിയൊരു ജനാവലിയുമായിട്ടാണ് പ്രതിഷേധം നടത്തുന്നത്. അത് അവരുടെ ഈ സ്റ്റുഡിയോയിലെ വളരെയധികം സെയിലിനെ ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ചുള്ള സെയിലിനെ. ഈ പ്രതിഷേധങ്ങൾക്കുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു സഹായം നൽകുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനായി ടാറ്റ ഗ്രൂപ്പിന്റെ സഹായം ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കം. അവർ വാദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനുള്ള കാരണം ടാറ്റ ഗ്രൂപ്പ് കൂടി ചേർന്നിട്ടുള്ള ഇസ്രായേലിന് നൽകുന്ന സഹായം കൂടി ചേർന്നതാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ഇത് ആഗോളമായ BDS, അതായത് ബോയ്ക്കോട്ട്, ഡിവെസ്റ്റ്മെന്റ്, സാങ്ഷൻസ്, ഇത് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശ്യം. അതായത് ഇസ്രായേലുമായി ബന്ധമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അതേപോലുള്ള എല്ലാ മേഖലകളെയും പൊതുജനാവലിയെ നിരത്തുക, അതിനെതിരെ പ്രതിഷേധം ഉയർത്തുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. സ്റ്റോറുകൾക്ക് മുന്നിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, പ്ലക്കാർഡുകൾ ഉയർത്തുക, നാടകാവതരണങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളുടെ പ്ലക്കാർഡുകളുടെ മെയിൻ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ബോയ്ക്കോട്ട് ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടാറ്റ പ്രൊഡക്ട്സ്, ദ ബേബി കില്ലേഴ്സ് എന്നാണ്. ആ ഒരു ടാഗ് ലൈനാണ് പ്ലക്കാർഡുകളിലൂടെ ഇവർ ഉയർത്തിക്കാട്ടുന്നത്, മെയിൻ സന്ദേശം പൊതുജനത്തിന് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ടാറ്റ പ്രൊഡക്ട്സോ സ്റ്റുഡിയോ എന്നൊരു ഡ്രസ്സോ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഓടിയെത്തണം. അതായത് നമ്മുടെ വൈകാരികമായ ഓരോ കാര്യങ്ങളെ അത് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ടാഗ് ലൈൻ തന്നെ സെലക്ട് ചെയ്തേക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ സ്വയം നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ടാഗ് ലൈനാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൊച്ചി, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വ്യാപകമായ ക്യാമ്പയിനും ഇപ്പം നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ രണ്ട് രീതിയിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ചിലർ ഇതിനെ നല്ല നീതിപൂർവമായ സമരം എന്നാണ് ചിലർ ഇത് വാദിക്കുന്നത്. എന്നാൽ ചിലർ ഇത് പറയുന്നത് നമ്മുടെ ഇത് നീതിക്ക് നിരക്കാത്തതും അതേപോലെ തന്നെ വിഡ്ഢിത്തവും നമ്മുടെ ഇന്ത്യയിലെ തൊഴിലിനെ ബാധിക്കുന്ന ഒരു തൊഴിൽ മേഖല തന്നെ വലിയൊരു ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ പ്രതിഷേധത്തിൽ അവർ മെയിനായിട്ട് കൊണ്ടുവരുന്ന ടാഗ് ലൈൻ കൂടാതെ ആ പ്രതിഷേധത്തിൽ, അതായത് ആ പ്രതിഷേധ സമരത്തിൽ ഒരു കുഞ്ഞിന്റെ പ്രതീകാത്മകമായ ഒരു കുഞ്ഞിന്റെ ശവശരീരം കൊണ്ടുപോകുന്ന രീതിയിലാണ് അവരത് കാണിക്കുന്നത്, ആ സമരം നടത്തുന്നത്. ബഹിഷ്കരണം ഒരു ജനാധിപത്യ സമരം തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് ആർക്കെന്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നടത്താം. അത് ജനങ്ങളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൂടി തന്നെയാണ്. പക്ഷേ ഇവര് ഉദ്ദേശിക്കുന്ന എയിം ഒരു കുട്ടിക്കും ഒരാപത്തും പാടില്ല. ഒരു കലാപത്തിലാണെങ്കിലും ഒരു യുദ്ധത്തിലാണെങ്കിലും എന്തൊരു പ്രശ്നത്തിലാണെങ്കിലും ഒരു കുഞ്ഞിന്റെ ജീവൻ ഒന്നും പാടില്ല, ഒന്നും പറ്റാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തിലാണ് എയിമാണ് അവർക്കുണ്ടെങ്കിൽ ഓക്കെ, എല്ലാം നമുക്ക് ശരിവെക്കാം. പക്ഷെ മറ്റു പല കാര്യങ്ങളും ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിൽ എൻ്റെ അഭിപ്രായത്തിലോട്ട് വരാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എയിം ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു അപകടവും ഉണ്ടാവരുത്, ഏതൊരു യുദ്ധത്തിലാണെങ്കിലും കലാപത്തിലാണ് എന്ന രീതിയിലുള്ള എയിമാണ്, ഉദ്ദേശശുദ്ധിയാണ് ഇവർക്കുള്ളതെങ്കിൽ ഞാൻ ഫുള്ള് സപ്പോർട്ടാണ്, ഒന്നും പറയാനില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഇതിൽ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ എനിക്കിതിലെ ഉദ്ദേശശുദ്ധി ഒട്ടും മനസ്സിലാവുന്നില്ല. വളരെ വിഡ്ഢിത്തവും അതേപോലെ തന്നെ ഒരു നീതിപരമല്ലാത്ത ഒരു ഉദ്ദേശശുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ ചില ഫാക്ടേഴ്സ് ആയിട്ട് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ടത്, ബോയ്ക്കോട്ടെന്ന് എഴുതാൻ കൂടി അറിയാത്ത സ്റ്റുഡൻസ് ആണോ ഈ പ്രതിഷേധം നടത്തുന്നത് എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ സ്റ്റുഡൻസ് ആണോ ഇത് നടത്തുന്നതെന്ന് തന്നെ എനിക്ക് ഡൗട്ട് വരികയാണ്. കാര്യം ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് കൂടി അവർക്ക് അറിയത്തില്ല. ഇത് എവിടുത്തെ സ്റ്റുഡൻസ് ആണ് ഈ പ്രതിഷേധം നടത്തുന്നത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് വേറെ രാഷ്ട്രീയപരമായോ മതപരമായ രാഷ്ട്രീയമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം.
പിന്നെ ഒന്നെന്ന് പറയുന്നത് ഇവർ എടുത്തു പറയുന്നത് ഇസ്രായേല് ആക്രമണത്തിൽ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയുന്നത്. അതാണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണമെന്ന് പറയുന്നു. പക്ഷെ ഒരു പ്രൂഫും, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രൂഫും കുഞ്ഞുങ്ങൾ മരിച്ചത് ഇസ്രായേൽ കാരണം ഡയറക്റ്റ് അവർ കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രൂഫും വെളിയിൽ വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്കത് എടുത്ത് പറയാൻ പറ്റൂ. പിന്നെ ഇതൊരു യുദ്ധമാണ്. ഏതൊരു യുദ്ധത്തിലാണെങ്കിലും അറിയാം നിങ്ങൾക്ക്, ഒരു കുഞ്ഞുങ്ങളെ അങ്ങനെ വലിയവർ അങ്ങനെയൊന്നുമല്ല. ഒരു യുദ്ധത്തിൽ നടക്കുമ്പോഴത്തേക്കും പലരും മരിക്കപ്പെടാം. അപ്പൊ ആ ഒരു സാഹചര്യം എടുക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങളെ എടുത്ത് കൊല്ലുന്നു എന്നുള്ള രീതിയിൽ ഇവർ വാദിക്കുമ്പോൾ അതിനൊരു പ്രൂഫും ഇല്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇവർക്ക് ബോയ്ക്കോട്ട് തുർക്കി അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചൈന പ്രൊഡക്ട്സ് ഇതൊന്നും അവർക്ക് പ്രതിഷേധിക്കാൻ പറ്റാതായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുർക്കി ചൈനയും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതും ഇന്ത്യയിലെ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ മിസൈൽ വിടാനും ഡ്രോൺ വിടാനും സഹായിച്ചവരാണ് ഇവർ. അപ്പൊ ഇവരുടെ പ്രൊഡക്ട്സും ഇവരുടെ ചൈനയുടെ പ്രൊഡക്ട്സും തുർക്കിയുടെ പ്രൊഡക്ട്സും ഇതിനൊന്നും എതിരെ ഒരു പ്രതിഷേധമായിട്ട് ഇവർ വന്നില്ല. അതെന്താ? ഇന്ത്യയിൽ കുഞ്ഞുങ്ങളൊന്നും ഇല്ലേ? ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്കും സാധാരണക്കാർക്കും എതിരാണ് അവർ മിസൈൽ വിട്ടേക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ കുഞ്ഞുങ്ങളുമില്ല, ഇന്ത്യയിൽ സാധാരണക്കാരുമില്ല. അപ്പം അതൊന്നും ഇവരുടെ കണ്ണുകളിൽ പെടുന്നുമില്ല. അത് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ബാക്കി യുദ്ധങ്ങൾ എടുത്താൽ തന്നെ ഇപ്പൊ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെ യുദ്ധം നടക്കുന്നുണ്ട്. ലെബനിൽ യുദ്ധം നടക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. അവിടെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. പല യുദ്ധങ്ങളിലും പല ആക്രമണങ്ങളിലും ടെററിസ്റ്റ് ആക്രമണങ്ങളിൽ വരെ കുഞ്ഞുങ്ങൾ മരിക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ഇസ്രയേലിലും കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധത്തിൽ മരിക്കുന്നുണ്ട്. അപ്പം അതൊന്നും അവർക്ക് മരണമായിട്ട് തോന്നുന്നില്ലേ? അവിടെയും കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മാത്രം ഇവർക്ക് വിഷയമായിട്ട് വരുന്നു എന്നുള്ളത് അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം മതപരമായ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം നടത്താൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതിന് നല്ലൊരു തെളിവ് വേറൊന്നും വേണ്ട. അതായത് മുസ്ലിം കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ മാത്രം ഉയർത്തെഴുന്നേൽക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ. ചില സംഘടനകളുണ്ട്. അവർക്ക് അവരുടെ മതങ്ങളിലുള്ളവർ മാത്രം മരിച്ചാലോ, അവരുടെ മതങ്ങളിലുള്ളവർക്ക് മാത്രം, ഒരു ഏക മതത്തിൽ മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ഉയർത്തെഴുന്നേൽക്കുന്ന ചില സംഘടനകളുടെ പ്രതിഷേധങ്ങളും അതേപോലെ ആക്രമണങ്ങളും അതിനെ ആ ഒരു ഉച്ചവിലയിലേ നമ്മൾ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ജ്ഞാനതത്തിൽ, ഞാൻ മുമ്പത്തെ വീഡിയോസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനതത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യം. അപ്പൊ അവിടെ മതപരമായിട്ട് എന്ത് കൊണ്ടുവന്നാലും ഇന്ത്യൻ ജനത ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ഏത് പ്രതിഷേധമാണെങ്കിലും ഏത് ബോയ്ക്കോട്ടാണെങ്കിലും എന്താണെങ്കിലും. ഇന്ത്യ പണ്ട് തൊട്ടേ ഇസ്രായേലിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ സർക്കാർ, ഇന്ത്യൻ ജനത, ഭൂരിഭാഗം ആൾക്കാരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന. അതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മുഖമുദ്ര എടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ഇന്ത്യന്റെ മുഖമുദ്ര പോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ ആശയം, ഇന്ത്യൻ ജനതയുടെ ആശയം പോലെ തന്നെയാണ് നമ്മുടെ എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ മെയിൻ. അതായത് നമ്മളെ ആക്രമിക്കാൻ വന്നാൽ മാത്രമേ നമ്മൾ തിരിച്ചാക്രമിക്കത്തുള്ളൂ. അതേപോലെ നമുക്കെതിരെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നാൽ മാത്രമേ അവർ തിരിച്ച് പ്രതികരിക്കത്തുള്ളൂ. ബാക്കിയുള്ള നമ്മൾ സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതേ സെയിം ആശയം തന്നെയാണ് ഇസ്രായേലിനുള്ളത്. പക്ഷെ പാലസ്തീൻ എന്ന് പറയുന്നത് അവിടെ മെയിൻ ആശയം അവർ പറയുന്നത് തന്നെ എല്ലാ ജൂതന്മാരെയും കൊല്ലുക അങ്ങനെയുള്ള ആശയങ്ങളാണ് അവർ മുൻപിൽ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, പലസ്തീനെ സപ്പോർട്ട് ചെയ്യാത്തതും. അവരുടെ ആശയങ്ങളിലുള്ള വ്യത്യസ്തതയാണ് നമ്മളെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ പ്രതിഷേധത്തിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ടാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റുഡിയോ മാത്രമാണ് ബോയ്ക്കോട്ട് ചെയ്യാൻ പറയുന്നത്, ആഹ്വാനം ചെയ്യുന്നുള്ളൂ. അതുമാത്രമല്ല ഇസ്രായേലിന് വേണ്ടി ഇന്ത്യൻ കമ്പനീസ് ഡിഫൻസിലും അതേപോലെ മെഷീൻസിലും അതേപോലെ തന്നെ വെഹിക്കിൾസിലും എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ത്യ അല്ലാതെ പ്രൊഡക്ട്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. അതായത് ടാറ്റ ഗ്രൂപ്പ് മാത്രമല്ല, അദാനി ഗ്രൂപ്പ് ആണെങ്കിലും അതേപോലെ മഹീന്ദ്ര ഗ്രൂപ്പ് ആണെങ്കിലും അവരെല്ലാം ഡിഫൻസിലെല്ലാം കുറെ കാര്യങ്ങളൊക്കെ ഇസ്രായേലിനും അല്ലാതെ വേറെ രാജ്യങ്ങൾക്കും, ഇസ്രായേലിന് മാത്രമല്ല എല്ലാ മിക്ക രാജ്യങ്ങൾക്കും എല്ലാം അവർ വിതരണം ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാം ബോയ്ക്കോട്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുമോ? അപ്പം അങ്ങനെ പ്രൊഡക്ട്സ് എല്ലാം ബോയ്ക്കോട്ട് ചെയ്യാനാണെങ്കിൽ ടാറ്റയുടെ ഉപ്പ് തൊട്ടുള്ള എയർലൈൻസ് വരെ അവർ ബോയ്ക്കോട്ട് ചെയ്യണം. അല്ലാതെ സ്റ്റുഡിയോ മാത്രം ബോയ്ക്കോട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിൽ തന്നെ അവരുടെ ഒരു സമരരീതി വളരെ പൊളിഞ്ഞ ഒരു സമരരീതിയാണ്. ഒന്ന്, എനിക്ക് അവരുടെ സമരരീതി, ടാഗ് ലൈൻ, അതേപോലെ തന്നെ അവരുടെ എക്സ്പ്ലനേഷൻ, ഇതാണ് എനിക്ക് മനസ്സിലാവാത്തതും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും. അതായത് അവരുടെ ടാഗ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബോയ്ക്കോട്ട് ടാറ്റ പ്രൊഡക്ട്സ്. പിന്നെ അതേപോലെ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ബേബി കില്ലേഴ്സ്
എന്നാണ് പറയുന്നത്. അവരുടെ ടാഗ് ലൈൻ അവരെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡിയോ എന്നുള്ള ഡ്രസ്സിൽ നിങ്ങളുടെ ചോരക്കറ, കുഞ്ഞുങ്ങളുടെ ചോരക്കറ പടരാതെ നോക്കുക എന്നുള്ള രീതിയിലാണ് അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പം അവരത് ഇന്ന് ആ ബോയ്ക്കോട്ട് വെച്ച് അവർ ആ ക്യാമ്പയിൻ നടത്താനുള്ള ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാളെ പെരുന്നാൾ തുടങ്ങുകയാണ്. അപ്പൊ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുക്കണം. ഇപ്പം പൊതുവെ എല്ലാവരും മിക്കവരും വന്നിട്ട് സ്റ്റുഡിയോയിലാണ് പോകുന്നതും ഡ്രസ് മെറ്റീരിയൽ എടുക്കുന്നതും. കാര്യം വില കുറവാണ്, അത് പുതിയ പുതിയ ട്രെൻഡ്സും എല്ലാം പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും അവിടെ പോയി ഡ്രസ്സ് എടുക്കുന്നത്. ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ട്. അപ്പൊ അത് എടുക്കുമ്പോൾ നോർമലി ഒരു കസ്റ്റമർ പോയി എടുക്കുമ്പോഴത്തേക്കും ഇവരുടെ ഈ ടാഗ് ലൈനും ഇങ്ങനെയുള്ള ഒരു സമരീതി എല്ലാം മനസ്സിൽ വരികയും അവർക്കത് ഒരു പെരുന്നാൾ ദിവസമായിട്ട് അത് വാങ്ങാൻ തോന്നാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വളരെ മാനുഷികമല്ലാത്ത ഒരു രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. നാളെ പെരുന്നാളായിട്ട് ഇവർ ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തതും അതേപോലെ ഈ ടാഗ് ലൈനും ഇതെല്ലാം വളരെ യാദൃച്ഛികമായിട്ട് വന്നതാണ് എന്നാണ് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ. ഈ പാലസ്തീൻ ഇസ്രായേലായിട്ടുള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. അപ്പൊ ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു ബോയ്ക്കോട്ട് പെട്ടെന്നൊരു ദിവസം ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക, അതിലെല്ലാം ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരു മതപരമായ രാഷ്ട്രീയ സ്ട്രാറ്റജിയാണ് ഇതിൽ വെളിവാകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ ഗ്രൂപ്പ്സ് നമ്മുടെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന്. ഹെൽത്തിന്റെ ആണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും അല്ലാതെ ഈ ആരോഗ്യ മേഖല എല്ലാ മേഖലയിലും ആണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും എല്ലാത്തിലും അവർ നല്ല ഫുൾ സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട്. അതായത് അവരുടെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് തൊട്ട് പല ഡിഫൻസിലാണെങ്കിൽ എയർലൈൻസ് ആണെങ്കിൽ ഇഷ്ടംപോലെ ടാറ്റ സ്റ്റീൽ, അങ്ങനെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സും കാര്യങ്ങളും നമ്മൾ മേടിക്കുന്നത്. ഒരു ദിവസം യൂസ് ചെയ്യുന്നത് തന്നെ എന്തോരം ടാറ്റ പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം കാറുകളാണെങ്കിലും എല്ലാം. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ഉള്ള അവർക്ക്, അത്രയും ബിസിനസ് മേഖലയുള്ളവർ, ഇത്രയും ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഉള്ളവർ, അവരുടെ ഒരു ലാഭത്തിന്റെ ഒരു വിഹിതം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയാണ് അവർ കൂടുതലും വിനിയോഗിക്കുന്നത്. ഓരോ ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും അല്ലാതെ സർക്കാരിനെ സഹായിച്ചിട്ടാണെങ്കിലും. ഇപ്പൊ കൊറോണ ടൈമിലാണെങ്കിൽ തന്നെ കേരളത്തിന് ഒരു ടെമ്പററി ഹോസ്പിറ്റൽ പണിഞ്ഞു തരികയും അത് പിന്നീട് സ്കൂളുകൾക്കായിട്ട് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ന്യൂസിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കൂടുതൽ ഇവരുടെ ഹെൽപ്പുകൾ കണ്ടതിന് ശേഷമാണ് ജനത കൂടുതൽ ഇവരോട് അടുത്തതും ഇവരുടെ പ്രൊഡക്ട്സ് കൂടുതൽ വാങ്ങാനുള്ള. ഇപ്പൊ കാറുകൾ തന്നെ ഇഷ്ടംപോലെ സെയിൽസ് ആണ് ഈ കൊറോണയ്ക്ക് ശേഷം അവര് കൂടുതൽ സെയിൽസ് അവർക്ക് കിട്ടിയ തന്നെ കാരണം അങ്ങനെ ഒരു ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോയ്ക്കോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ. ആഗോളപരമായ ബിസിനസ് ഉള്ള ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു 10 ലക്ഷത്തോളം പേര് തൊഴിൽ അവസരങ്ങൾ തരുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. അപ്പൊ അത്രയും തൊഴിൽ മേഖലയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഇന്ത്യൻ ജനതയ്ക്ക് എതിരായി തന്നെയാണ് ഈ പ്രവർത്തിക്കുന്നത്. ഇന്ത്യക്കകത്തിരുന്നുകൊണ്ട് മതപരമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്കെതിരെ കളിക്കുന്ന ഒരു കളിയാണ് ഈ സ്ട്രൈക്ക്. അപ്പൊ അത് നമ്മൾ ഒട്ടും അംഗീകരിക്കത്തില്ല. ഇന്ത്യൻ ജനത ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയ്ക്ക്, സാധാരണക്കാർക്ക്, സാധാരണ കുഞ്ഞുങ്ങൾക്കും എതിരെ ഡ്രോണുകളും മിസൈലും വിട്ട് പാകിസ്ഥാനെ സഹായിച്ച ചൈനയ്ക്കും തുർക്കിക്കും എതിരെ ഇല്ലാത്തൊരു ബോയ്ക്കോട്ട് നമ്മുടെ ടാറ്റ ഗ്രൂപ്പ്, നമ്മുടെ ഇന്ത്യയിലെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന ടാറ്റ ഗ്രൂപ്പിനെതിരെ ഇവരിത് ആഹ്വാനം ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ദേശവിരുദ്ധത തന്നെയെന്ന് തന്നെ ഞാൻ പറയും. കാര്യം ദേശത്തെ സഹായിക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ ജനതയെ സഹായിക്കുന്ന ഒരു ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ അറ്റാക്ക് ചെയ്യുന്നത്, അതും നമ്മുടെ ഇന്ത്യക്കാരെയോ ഇന്ത്യൻ ജനതയോ അവരെ മനസ്സിലാക്കാതെ എല്ലാവരും മനുഷ്യരും ഒന്ന് തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഒരു വിഭാഗം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട്, മതപരമായ ഒരു വിഭാഗം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ബോയ്ക്കോട്ടും സ്ട്രൈക്കും ആഹ്വാനം ചെയ്യുന്നതല്ല. മതപരമായ രാഷ്ട്രീയത ഇന്ത്യൻ ജനങ്ങൾ മനസ്സിലാക്കുക, അതിനെതിരെ തിരിച്ചും പ്രതിഷേധിക്കുക. അവർക്ക് ബോയ്ക്കോട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും തിരിച്ച് ബോയ്ക്കോട്ട് ചെയ്യാം, തിരിച്ച് പ്രതിഷേധിക്കാം, തിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അവർ ബോയ്ക്കോട്ട് ചെയ്താൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പിനെയാണ്. ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത മതപരമായ രാഷ്ട്രീയം കളിക്കുന്ന ഇവർക്കെതിരെ തിരിഞ്ഞ് ആഞ്ഞടിക്കുക തന്നെ വേണം. അപ്പം എൻ്റെ അഭിപ്രായം ഇതാണ്. തിരിച്ച് നിങ്ങൾക്ക് പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ആരോഗ്യപരമായ കമൻസ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ റിയാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.